യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ, ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം. സുവിശേഷങ്ങളിൽ വളരെ ചുരുക്കമായി മാത്രമാണ് നമ്മൾ ശാപവാക്കുകൾ കാണുന്നത്. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗം മുഴുവൻ യേശു നിയമജ്ഞരും ഫരിസേയരും അനുഭവിക്കേണ്ടി വരുന്ന ശാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ ഓരോ പ്രവൃത്തികളും ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എതിരായതിനാൽ അവർക്ക് വരാനിരിക്കുന്ന ശാപവാക്കുകളെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പ്രധാനമായും 3 കാരണങ്ങളാലാണ് അവർ ശാപങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത്. ഈ 3 കാര്യങ്ങളും സഹോദര സ്നേഹവുമായി ബന്ധപ്പെട്ടവയുമാണ്. മാത്രമല്ല, സമൂഹത്തിനും മതത്തിനും നേതൃത്വം നൽകുന്നവർ എത്രമാത്രം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കണം എന്നുകൂടി ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ദുരിതം, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു എന്നതാണ്. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രവേശിക്കാൻ വരുന്നവരെ നിങ്ങൾ തടയുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ തെറ്റിൻ്റെ ഗൗരവം കൂടുതലാക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായ നിങ്ങൾ സ്വന്തം ദൗത്യം പൂർത്തിയാക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ എതിർസാക്ഷ്യം കൂടി നിങ്ങൾ നൽകുന്നു. ഈ എതിർസാക്ഷ്യമാണ് അവരെ ദുരിതത്തിലേക്ക് നയിക്കുന്നത്. ദൈവം ദാനമായി നൽകുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് നന്മയും മാതൃകയുമായി നൽകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയവരായി മാറുന്നതും. ഇന്നും ഇതുതന്നെയാണ് നാം കാണുന്നത്. ദൈവിക ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെടുന്നവർ പലപ്പോഴും എതിർ സാക്ഷ്യങ്ങളാണ് നൽകുന്നത്. ഇത് വലിയ നാശത്തിനും ദുരിതത്തിലേക്കും നയിക്കും. ഇന്ന് സഭയും സമൂഹവും നേരിടുന്ന പ്രധാന പ്രശ്നവും ഇതുതന്നെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള നല്ല സാക്ഷ്യം നൽകുവാൻ നമ്മൾ പരാജയപ്പെടുകയാണ്. രണ്ടാമത്, അവർക്ക് ലഭിക്കുന്ന ദുരിതം അവർ അന്ധരായ മാർഗദർശികൾ ആയതുകൊണ്ടാണ്. മതം മനുഷ്യനെ നന്മയിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുന്നതായിരിക്കണം. ഒരുവൻ മതത്തിൽ ചേരുന്നത് അവനെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുന്നതിനാണ്. എന്നാൽ യഹൂദ നിയമജ്ഞരും ഫരിസേയരും ഒരുവനെ കൂടുതൽ ദൈവികമാക്കുന്നതിന് പകരം അവരുടെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും മാതൃകയിലൂടെയും അവനെ നരക സന്തതിയാക്കുകയാണ് ചെയ്യുന്നത്. ദൈവ മനുഷ്യ ബന്ധങ്ങളിലെ ഊഷ്മളത അനുഭവിക്കുന്ന വേദികളായിട്ടാണ് മതവും മതാചാര്യങ്ങളും മാറേണ്ടത്. എന്നാൽ യഹൂദ നിയമം അതികഠിനവും കാർക്കശ്യവുമാക്കിക്കൊണ്ട് മനുഷ്യനെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. നിയമങ്ങളും പ്രവാചകരും ഇല്ലാതാക്കുവാനല്ല, അവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ചാനലായിട്ട് മാറണം. എന്നാൽ പലപ്പോഴും അവ മനുഷ്യൻ്റെ സ്വസ്ഥത നശിപ്പിക്കുകയും അവൻ കൂടുതൽ ദൈവവിരോധിയായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇന്നും ഇതിന് വലിയ വ്യത്യാസമൊന്നും നാം കാണുന്നില്ല. നിയമത്തേക്കാൾ മനുഷ്യന് പ്രാധാന്യം നൽകിയ യേശു ആ മാതൃകകളെ നാം പലപ്പോഴും സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ്. ഇല്ലാത്ത നിയമത്തിൻ്റെ കാർക്കശ്യമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ ഇന്നും മത നേതാക്കന്മാരും പുരോഹിത പ്രമുഖരും ജനത്തെ ദ്രോഹിക്കുകയാണ്. നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത് എന്ന് അരുളിച്ചെയ്ത യേശു ശാപത്തിനേക്കാൾ കൂടുതൽ മനുഷ്യനും അവൻ്റെ പ്രശ്നങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ആ മാതൃകയാണ് ഇന്ന് നാമും പിന്തുടരേണ്ടത്. അല്ലെങ്കിൽ നമ്മളും നേരിടേണ്ടി വരുന്നത് ഇതേ ദുരിതങ്ങൾ തന്നെയായിരിക്കും. മൂന്നാമതായി, ഫരിസേയരും നിയമജ്ഞരും ദുരിതം അനുഭവിക്കുന്നതിൻ്റെ കാരണം അവർ പ്രധാനപ്പെട്ടവ ഉപേക്ഷിച്ചുകൊണ്ട് അപ്രധാനമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നതിനാലാണ്. യഹൂദ നിയമത്തിൽ പലപ്പോഴും സത്യങ്ങൾ തെളിയിക്കപ്പെടുന്നത് ആണയിടുന്നതിലൂടെയാണ്. ഏതിനെക്കൊണ്ടാണ് ആണയിടുന്നത് എന്നതിനെ അനുസരിച്ചാണ് അതിൻ്റെ കാഠിന്യം കുറയുകയും കൂടുകയും ചെയ്യുന്നത്.
എന്നാൽ ഇവിടെയും അവർ അന്ധരായ മാർഗദർശികളാണ് എന്ന് യേശു സൂചിപ്പിക്കുന്നു. അതിപ്രധാനമായ ദേവാലയത്തെക്കാളും ബലിപീഠത്തെക്കാളും അവർ പ്രാധാന്യം നൽകുന്നത് ദേവാലയത്തിലെ സ്വർണത്തിനും ബലിപീഠത്തിലെ കാഴ്ച വസ്തുക്കൾക്കുമാണ്. അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാതെ വെറും ബാഹ്യ വസ്തുക്കൾക്കാണ് അവർ അമിതമായ പ്രാധാന്യം നൽകുന്നത്. ആ വസ്തുക്കളെ പവിത്രമാക്കുന്ന ദൈവത്തെയും അതിൻ്റെ ദൈവികതയെയും അവർ മനഃപൂർവ്വം മറന്നു കളയുകയാണ്. ഈ കൂട്ടർക്ക് വലിയ ദുരിതവും ശാപവുമാണ് വരാൻ പോകുന്നത്. അനാവശ്യമായ ആണയിടലുകൾ തന്നെ നിർത്തണമെന്നും എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് അനുകൂലമായി ചെയ്യപ്പെടവും എന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നും നമ്മുടെ സ്വന്തമല്ലാതിരിക്കെ ഒന്നിനെ കൊണ്ടും ആണയിടുവാനുള്ള അർഹത നമുക്കില്ല എന്നുകൂടി അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ നമുക്കും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുവാനും യേശുവിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അത് ഉൾക്കൊള്ളുന്ന ആന്തരിക മനോഭാവത്തോടെ സ്വീകരിക്കുവാനും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.